നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ കേരളം കാത്തിരുന്ന ആ കാഴ്ച, നിയമസഭയിൽ ഒരു സഭാ അംഗം എത്തുമോ ഇല്ലയോ എന്നുള്ള ആകാംക്ഷ 20 മിനിറ്റ് കൊണ്ട് അവസാനിച്ചിരിക്കുകയാണ്. നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനം തുടങ്ങുമ്പോൾ സഭ ചേർന്ന 9 മണിക്ക് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയില്ല. എന്നാൽ 9:20 സഭയിലെത്തി. ഇന്ന് ആരംഭിക്കുന്ന സഭാ സമ്മേളനം ഒക്ടോബർ 10 വരെ നീണ്ടു നിൽക്കും. ആദ്യ ദിവസമായി ഇന്ന് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, മുൻ സ്പീക്കർ PP തങ്കച്ചൻ, പീരുമേട് നിയോജന മണ്ഡലത്തിൽ നിന്നുള്ള നിലവിലുള്ള നിയമസഭാംഗം വാഴൂർ സോമൻ എന്നിവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പിരിയും. 2 യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയത്. യൂത്ത് കോൺഗ്രസിൽ ഔദ്യോഗിക പദവിയിലുള്ളവരാണ് അവർ. ഇതോടെ രാഹുലിന് കോൺഗ്രസിൽ പിന്തുണയുണ്ടെന്ന സന്ദേശം നൽകുകയാണ് കോൺഗ്രസിലെ രാഹുൽ അനുകൂലികൾ. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഷജീറാണ് മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്നത്. ലൈംഗിക പീഡന പരാതികളിൽ നേരിടുന്ന പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് പ്രതികരിക്കാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇന്ന് രാവിലെ മാധ്യമങ്ങൾ ആവർത്തി ചോദിച്ചപ്പോഴും ഞാൻ പറയില്ല എന്ന് മാത്രമായിരുന്നു സതീശന്റെ മറുപടി. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിനെത്തിയാൽ പ്രത്യേക ബ്ലോക്കിൽ ഇരുത്തുമെന്ന് സ്പീക്കർ AN ഷംസീർ നേരത്തെ അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് മാങ്കൂട്ടത്തിൽ വന്നത്. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതായും പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്ന് മാറ്റിയിരുത്തണമെന്നും കാട്ടി പ്രതിപക്ഷ നേതാവിന്റെ കത്ത് കിട്ടിയ സാഹചര്യത്തിലായിരുന്നു ഇത്. രാഹുലിന്റെ അവധി അപേക്ഷ ലഭിച്ചിട്ടില്ലെന്നും സ്പീക്കർ പറഞ്ഞിരുന്നു. അതിനിടെ രാഹുൽ സഭയിൽ എത്തുമോ എന്ന ആകാംക്ഷ ഉയർന്നിരുന്നു. അടൂരിലെ രാഹുലിന്റെ വീട്ടിൽ ആരുമില്ല. MLA ഹോസ്റ്റലിലും രാഹുൽ എത്തിയിരുന്നില്ല. പക്ഷേ സഭ തുടങ്ങുമ്പോൾ രാഹുൽ വന്നില്ലെന്നത് കോൺഗ്രസിലെ സതീശൻ അനുകൂലികൾക്ക് കരുതാമെന്നിരിക്കെയാണ് രാഹുൽ എത്തിയത്. എന്നാൽ രാഹുൽ വരണമെന്ന അഭിപ്രായമായിരുന്നു കോൺഗ്രസിലെ ഏറെ ആളുകൾക്കും. ഇത് മാനിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. എന്നാൽ രാഹുലിന്റെ ശരീരഭാവം നോക്കിയാൽ അറിയാം, വലിയ ക്ഷീണത്തിലാണ് രാഹുൽ. കോൺഗ്രസിലെ വിഭാഗം രാഹുലിനെ സഭയിൽ പിന്തുണയ്ക്കും. പ്രധാനമായും നിയമനിർമ്മാണത്തിനായി ചേരുന്ന ഈ സമ്മേളനത്തിലെ ബാക്കി 11 ദിവസങ്ങളിൽ 9 ദിവസങ്ങൾ ഔദ്യോഗിക കാര്യങ്ങൾക്കും 2 ദിവസങ്ങൾ അനൌദ്യോഗിക കാര്യങ്ങളുടെ കാര്യത്തിനുമായി വിനിയോഗിക്കും. ഈ സമ്മേളന കാലയളവിൽ പൊതുവിൽപ്പന നികുതി ഭേദഗതി ബില്ല്, കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബില്ല് തുടങ്ങിയവയൊക്കെ തന്നെ വരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ജീന് അത് വേറെ ജീന് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സതീശനെയും പിണറായി വിജയന്റെ മുഖത്തടിക്കുന്ന വട്ടമായിരുന്നു ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയത്. എന്തായാലും പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടി സഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമെന്ന് തന്നെയാണ് അറിയുന്നത്. എന്നാലും ആ അറിവ് ശരിയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമ്പോൾ സഭ കത്തുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല.